ഇന്ന് എൻ്റെ വാചകമില്ല, ഒള്ളി പാചകം. ഇപ്പം നിങ്ങൾ വിചാരിക്കും, സമാധാനം, ഇന്ന് ഭണ്ഡാരത്തിൻ്റെ വാചകടി കേൾക്കണ്ടല്ലോ എന്ന്. ഇല്ല സുഹൃത്തുക്കളെ, ആ കൂടത്തിൽ ചെറുതായിട്ട് കുറച്ച് വാചകങ്ങളും. ഇതിപ്പോൾ ചില ദിവസം നമുക്ക് തോന്നുകയല്ലേ, ചില ക്രേവിങ്സ് എന്തെങ്കിലും കഴിക്കണമെന്ന്. പക്ഷേ ഇന്നലെ എനിക്ക് കഴിക്കണം എന്നുള്ള ക്രേവിങ്സിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. എന്തെങ്കിലുമല്ല, ഇത് ഈ ഒരു സാധനം. ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാന്ന്? നമ്മുടെ സ്വന്തം കട്ട്ലേറ്റ് എന്നേ. ഈ സാധനത്തിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്ററിൽ ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച് വെച്ചിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ജോലിയുടെ അമിത ഭാരം നിമിത്തം ആ പണി ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ദിവസം ആകാമെന്ന് കരുതി ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചു. 2-3 ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വേവിച്ച് വെച്ച ബീഫ് എൻ്റെ കെട്ടിയോൻ ഒരു കണ്ണിച്ചോരയും ഇല്ലാതെ കഴിച്ചു തീർത്തിരിക്കുന്നു. ഹഷ്മലൻ, എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നി. നമ്മൾ ആശിച്ച് മോഹിച്ചൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചപ്പോഴേ. പക്ഷേ ഞാനുണ്ടല്ലോ വിട്ടുകൊടുക്കുമോ? ഇന്നലെ ഞാൻ നേരെ സീപ്പളി ഫോൺ വിളിച്ചു, മീറ്റ് പാഴ്സൽ വന്നു, അപ്പം തന്നെ കുക്കറെ വേവിച്ചു വെച്ചു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇത് അപ്പം ഒന്നും ഉണ്ടാക്കാവുന്ന ഒരു സാധനമല്ലല്ലോ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, പിന്നെ വെച്ച് അതങ്ങ് നീണ്ടുപോകും. അപ്പോഴും ജസ്റ്റ് എന്നോട് പറഞ്ഞേ, ഇനി നീതത്തിൽ പണിയാനൊന്നും പോകണ്ട, വന്ന് കിടക്കാൻ നോക്കി ലിറ്റിയെ എന്ന പതിവ് ഡയലോഗ്. പക്ഷേ അതിൽ വീണ് പോയേനെ ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പം ആ ബീഫിൻ്റെ കുക്കറിൻ്റെ അടപ്പാരോ മാറ്റി വെച്ചേക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അത് തിന്ന് 1-2 കഷ്ണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ നഗ്നസത്തെ ഞാൻ വളരെ വേദനയോടെ മനസ്സിലാക്കി. ഇനിയും ഞാനിത് പിന്നത്തേന് വെച്ചാൽ ഉണ്ടല്ലോ, ബീഫ് കട്ട്ലേറ്റ് പോയിട്ട് ഒരു വെറും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോലും ബീഫിനെ മിച്ചം കിട്ടുകയല്ലെന്ന്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, നട്ടപ്പാതിരെങ്കിൽ നട്ടപ്പാതിര ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന്. അങ്ങനെ ആ ഒരൊറ്റ ശബ്ദത്തിൻ്റെ പേരിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വാച്ചിലെ സമയം നോക്കി അറിയാം. ഇതുണ്ടാക്കുന്ന സമയം 1:15. ഏകദേശം വെളുപ്പിന് ഒരു 2:45-3 കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ആ ആദ്യത്തെ പീസെടുത്ത് കഴിച്ചു നോക്കി. കൈപോലും വാഷ് ചെയ്യാൻ നിന്നില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്, എൻ്റെ പൊന്നു ദൈവമേ, പാവത്തുങ്ങൾക്ക് നീ എന്തിനിത്ര കൈപുണ്യം തന്നു എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചു പോയി. സത്യം പറയാമല്ലോ, ആ കട്ട്ലേറ്റ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ നെഞ്ചത്ത് കെട്ടി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്. ഇനി ഞാൻ എന്നെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ എന്നെ വലിച്ചു കയറി ഭിത്തിയെ ഒട്ടിക്കുമെന്നുള്ളതിനാൽ, ഇനി ഇതൊക്കെ നിങ്ങളെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിച്ച ദൈവം പോലും എന്നോട് പോർക്കുകയെന്നുള്ളതിനാലും തൽക്കാലം ഞാനിവിടെ നിർത്തി. എന്നാലും അവസാനം ഒരു ചോദ്യം, ഈ കട്ട്ലേറ്റ് കണ്ടിട്ട് നിങ്ങളിൽ ഒരു 10 പേർക്കെങ്കിലും തോന്നിയില്ലേ, ഇച്ചിരി കട്ട്ലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ചള്ളാസും കൂട്ടി ഒരു പിടിപിടിക്കായിരുന്നു? അങ്ങനെ തോന്നിയവരിവിടെ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.